ഓക്കെ, അപ്പോൾ നമ്മൾ പോർച്ചുഗലിലുള്ള വില്ലേജ് ഓഫീസിൽ വന്ന് ഹൗസ് അഡ്രസ്സ് എടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്ത് ഇന്നലെ വേറെ ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് ഇപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ പാടവും വരമ്പൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. കൊള്ളാം, പരിപാടി കൊള്ളാം, രസമുണ്ട്. വലിയ തണുപ്പൊന്നുമില്ല, എന്നാൽ വലിയ ചൂടുമില്ല. ഇപ്പോൾ സമ്മർ സീസണാണ്, പറയുന്നത് കേൾക്കുന്നുണ്ടോ? കൊള്ളാം, പൊളിസാനം ഒന്നും പറയില്ല. അപ്പോൾ വാവ്, കാടും മല കാണാനില്ല, മരവും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രാമപ്രദേശത്ത്, നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്തൂടെ ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലൊക്കെ വന്നിട്ട് ചോദിക്കുക, എന്താണ്ടാ ഉണ്ണിയെ നീ ഇവിടെ നിൽക്കണത് ചോദിക്കില്ലേ. ഇവിടെ ആ പരിപാടിയൊന്നുമില്ല, എല്ലാവരെയും വിഷ് ചെയ്താൽ മതി. റേസിസം പരിപാടിയൊന്നും ഇവിടെ ഇതുവരെ ഫീൽ ചെയ്തില്ല. എല്ലാവരും കാണുമ്പോൾ വിഷ് ചെയ്താൽ മതി. വിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുക, എന്താ വിഷ് ചെയ്യാത്തത് പറഞ്ഞിട്ട് തിരിച്ച് വിഷ് ചെയ്യും. നല്ല കുഴപ്പമില്ലാത്ത പരിപാടി. ആകെ നടക്കുമ്പോൾ ചടപ്പാണ്, കാരണം ചെറിയ കിലോമീറ്ററേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കുന്നായിട്ട് ആകെ പണിയാണ്. കുഴപ്പമില്ല, കൊളസ്ട്രോളൊക്കെ കുറയും, സെറ്റാ. മറ്റേ കള്ളിമുൾച്ചെടി റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ളി സാധനമാണ്. കൊള്ളാം. നമ്മളിങ്ങനെ നടക്കുകയാണ് സുഹൃത്തുക്കളെ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട്. കൊള്ളാം, നല്ല പരിപാടിയാണ്. വണ്ടികളൊക്കെ കൊള്ളാം. വീട് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. നടക്കുകയാണ്, 2 കിലോമീറ്റർ നടക്കാനുണ്ട്. കുഴപ്പമില്ല, കൊളസ്ട്രോള് പോട്ടെ. ഓക്കേ, ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഇവിടെ കള്ളന്മാരും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനായിരിക്കും. പക്ഷെ ഇവിടെ ഒന്നും മനുഷ്യന്മാരെ കാണാനില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മനുഷ്യന്മാരില്ല എന്നല്ല, നാട്ടിലത്തെ പോലെ അത്രയും ഡെൻസ് ആയിട്ടില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഇല്ലെങ്കിലും കൂടി ഉണ്ടാവുക. അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല. കൊള്ളാം. അവിടെ ഒരു കൺസ്ട്രക്ഷൻ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ. നടന്ന് ഇവിടുത്തെ ടൗണിലെത്തി. ടൗണിലും വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബാറുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ നഗരവീതിയല്ല, അതിനകത്തൊരു നല്ല ഒരു ട്രാക്ടർ ഇരിപ്പുണ്ടായിരുന്നു, പഴയൊരു ട്രാക്ടർ. പിജിയോട്ടിൻ്റെ വണ്ടികളാണ് ഇവിടെ ഫുള്ളും കൂടുതൽ, മാക്സിമം ഫുള്ളായിട്ടുള്ളത്. അതേ കിടക്കുന്നത് ഒരു പഴയ മേഴ്സിക്കുട്ടിയാണ്. ഏതാ സാധനം എന്നറിയില്ല, പക്ഷേ ഷീസ് ഗുഡ്, ഷീസ് ബ്യൂട്ടിഫുൾ. നൈസ്. കൊള്ളാം. നമ്മളിങ്ങനെ നടക്കുകയാണ്, വീണ്ടും നടക്കുകയാണ്. നഗരമധ്യത്തിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 92 ആണ് വീട്ടു നമ്പർ. ഓക്കേ.